നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വന്നത്. നടന്ന് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരാൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് ഈ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വന്നത്. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞത് 3 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന്. പക്ഷെ ഞാനത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോളി ആർത്രൈറ്റിസ് ആണ്, എല്ലാ ജോയിൻറ്റിലും പെയിനുണ്ട്, സയാറ്റിക് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാനൊരു പെട്ടെന്ന് 3 ദിവസം കൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന പോലെ ഒരു പെയിൻ റിലീഫ് പറയുന്നില്ല. ഒരു 7 ഡേയ്സിൽ എന്തായാലും മാറ്റം വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഗ്ലൂക്കോസമൈൻ പോലുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്തപ്പോൾ 3 ഡേയ്സ് കൊണ്ടാണ് പേഷ്യൻറ്റിന് നല്ല മാറ്റം വന്നത്. വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം തന്നെ പേഷ്യൻ്റ് പെയിൻ എല്ലാം നന്നായി കുറഞ്ഞിട്ടുണ്ട് മാം, എനിക്ക് ഇപ്പോൾ നന്നായി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള മുട്ടുവേദനയും ശരീരവേദനകളും ഒക്കെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ആമിന, നിരാല ഹീലിംഗ് ഓസസിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. മുട്ടുവേദനയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഒരു ഡീജനറേറ്റീവ് ഡിസോർഡർ, നമ്മുടെ ബോഡി വെയിറ്റ് കൂടുതലായിട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ മുട്ടിനെ താങ്ങാൻ പറ്റാതിരിക്കുകയും അതിന് ഡാമേജുകൾ വരികയും ഇൻഫ്ലമേഷൻ വരികയും നിരന്തരം ഇത്തരം ഇൻഫ്ലമേഷൻസ് വന്ന് അവിടെ ദ്രവിച്ചു പോവുകയും ഫ്ലൂയിഡ് കുറയുകയും ഒക്കെ ചെയ്തിട്ട് അസഹനീയമായ വേദന ഉണ്ടായി വരുന്ന വേദനകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകൾക്ക് ആദ്യം തന്നെ പരിഹാരം എന്ന് പറയുന്നത് വെയിറ്റ് കൺട്രോൾ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു വന്ന ഡാമേജിനെ പെട്ടെന്ന് മാറ്റാനായിട്ട് ഗ്ലൂക്കോസമൈൻ പോലുള്ള സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡി, ഗ്ലൂക്കോസമൈൻ, ഫോട്ടിക്ക അതുപോലുള്ള സപ്ലിമെൻറ്റ്സ് എല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കുന്നത്. കൂടാതെ വെയിറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. നല്ല രീതിയിലൊന്ന് വെയിറ്റ് കുറച്ചെടുക്കും. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കും. വേണ്ടിയുള്ള നീര് പോകാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന ഇതൊക്കെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ വെയിറ്റ് കൂടിയിട്ടാണ് മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ഒരു റിസൾട്ടാണ് വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു 5 kg നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മുട്ടുവേദന കുറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻ ഡി ആയാലും ഗ്ലൂക്കോസമൈൻ ആയാലും വേണ്ട കാൽസ്യം ആയാലും അതെല്ലാം ചേർന്നിട്ടുള്ള മൾട്ടി വൈറ്റമിൻസ് ആയാലും എടുത്തു കഴിയുമ്പോൾ വീണ്ടും ഒരു 20 to 30% പെയിൻ നിങ്ങൾക്ക് കുറയും. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ മുട്ടിന് ചുറ്റുമുള്ള മസിൽസ് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ മുട്ടിന് നല്ലൊരു ബലം കിട്ടും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയും എക്സസൈസ് തെറാപ്പിയും ചെയ്യാം. അതുപോലെ സപ്ലിമെൻ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭക്ഷണത്തിൽ നല്ല പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ റിച്ച് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനായിട്ട് നിങ്ങൾക്ക് ബോൺ ബ്രോത്ത്, മട്ടൺ സൂപ്പ് അതുപോലെ നല്ല റിച്ചായിട്ട് വൈറ്റമിൻസ് മിനറൽസ് കിട്ടുന്ന രീതിയിലുള്ള ഫുഡ്സ് കഴിക്കാം. ഇത് കൂടാതെ ഫീമെയിൽസിലൊക്കെ ഈ ഒരു മുട്ടുവേദന അവരുടെ മെനോപോസ് ആർത്തവ വിരാമം അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരും. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ട് ഈസ്ട്രോജൻ്റെ അളവ് കുറയും. ഈസ്ട്രോജൻ്റെ അളവ് കുറയുമ്പോൾ ബോൺ ഫോർമേഷന് ഈസ്ട്രോജന് പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വേദന സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണമാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഈസ്ട്രോജൻ കൂടാനായിട്ട് കൂടുതൽ ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. തേങ്ങാപ്പാൽ, മീനൊക്കെ ഈ ഒരു ഈസ്ട്രോജൻ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നല്ല രീതിയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള ചെറു മത്സ്യങ്ങളും അയല, ചൂര, മത്തി പോലുള്ള മത്സ്യങ്ങളും വിത്തുകളായിട്ടുള്ള സൺഫ്ലവർ, പംകിൻ സീഡ്സ് അതുപോലെ തന്നെ എള്ള് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനും മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു ബോണിനെ റീജനറേറ്റ് ചെയ്തെടുക്കാനും ഹെൽപ്പ് ചെയ്യും. മുട്ടുവേദന ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഫ്ലമേഷൻസ് കൂടുതൽ വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൂട്ടാനായിട്ട് കാരണമാവും. അതുപോലെ തന്നെ ബേക്കറി ഫുഡ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ഷുഗറി ആയിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ഒരുപാട് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ട്രാൻസ് ഫാറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. അപ്പോൾ അത് ഏതൊരു ഫുഡ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്കിലെ ലേബൽ ഒന്ന് വായിച്ച് നോക്കുക. ട്രാൻസ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫുഡ് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുക. കൂടുതലും ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മുട്ടിൻ്റെ ചുറ്റുമുള്ള നീരൊക്കെ ഒന്ന് വലിയാനായിട്ട് നിങ്ങൾക്ക് കടുക് അരച്ച് അപ്ലൈ ചെയ്യാം. അത് ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ചില ആളുകൾക്ക് അത് പൊള്ളാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എപ്സം സോൾട്ട് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അത് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മുട്ടിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മുരിങ്ങ ഇലയും കല്ലുപ്പും ഒന്ന് മിക്സിയുടെ ജാറിൽ ചതച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നീര് വലിഞ്ഞ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ നീര് ഒന്ന് വലിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സപ്ലിമെൻറ്റ്സ് എടുക്കാം.
ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി സപ്ലിമെൻറ്റ്സ് എടുക്കാം. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുട്ടിലെ നീരെല്ലാം കുറച്ച്, വേദനയെല്ലാം കുറച്ച് വളരെ സുഖകരമായിട്ട് നടക്കാനും അതുപോലെ തന്നെ വീട്ടിലെ ആക്ടിവിറ്റീസ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും. ഇത്തരത്തിലുള്ള മുട്ടുവേദന ഉള്ളവർ കൂടുതലും സ്ത്രീകളാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്രസ് ൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ മെനോപോസിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വന്നിട്ട് ഈസ്ട്രോജൻ്റെ കുറവ് വരുന്നു. മെനോപോസിനോടനുബന്ധിച്ച് ആർത്തവവിരാമത്തോടനുബന്ധിച്ച് വരുന്ന ഈസ്ട്രോജൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണം വേദനകൾ വരുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കാരണം സ്ത്രീകൾ തന്നെയാണ് കൂടുതലും ഈ ഒരു മുട്ടുവേദനയൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കാറുള്ളത്. അപ്പോൾ ഇവരൊക്കെ വരുന്ന സമയത്ത് കാല് എടുത്ത് വെച്ച് ഒരു കാല് ഇങ്ങനെ വലിച്ചിഴയ്ക്കുന്ന രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ക്രമീകരണം കൊടുക്കുമ്പോൾ തന്നെ സപ്ലിമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ട് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള വേരിയേഷൻ വരുത്തി അവർ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം വളരെ സുഖകരമായി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ നിങ്ങളുടെ സ്ട്രെങ്ത് ട്രെയിനിങ്, മുട്ടിനെ സ്ട്രെങ്ത് ചെയ്യുക എന്നുള്ളത് വലിയ ഒരു ഘടകമാണ് ഇതിനകത്ത്. അതിനായിട്ട് നിങ്ങൾക്ക് യോഗ പോസ്റ്റേഴ്സൊക്കെ ചെയ്യാവുന്നതാണ്. കാല് മൊത്തത്തിലായിട്ട് വലിയുന്ന രീതിയിലുള്ള യോഗ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പശ്ചിമോത്താനാസന അല്ലെങ്കിൽ പർവ്വതാസന, ഇതുപോലുള്ള ആസനകൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുട്ട് സ്ട്രെങ്തനാവും. ജിമ്മിൻ്റെ സഹായത്തോടു കൂടിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് നിങ്ങളുടെ മുട്ടിന് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ സ്ട്രെസ്സിൻ്റെ അളവ് കൂടുതലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അത് കുറയ്ക്കണം. കാര്യം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേഷനൊക്കെ വീണ്ടും കൂടാനായിട്ട് കാരണമാവും. അതിനായിട്ട് യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുക. നല്ല അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞ രീതിയിൽ മുട്ടിന് വേദന, ഇതുപോലെ കാല് വലിച്ചഴിച്ച് നടക്കേണ്ട അവസ്ഥ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു നല്ല ഡോക്ടറുടെ സഹായത്തോടു കൂടി ആവശ്യത്തിനുള്ള സപ്ലിമെൻറ്റ്സ് എടുത്ത് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുട്ടുവേദന കുറച്ച് വളരെ സുഖകരമായിട്ട് ഉള്ള ഒരു ജീവിതം മുന്നോട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഓൺലൈൻ, ഓഫ്ലൈൻ, ഇൻ പേഷ്യൻറ്റ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.